പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റേനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു.
നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരേനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മിശിഹാ മകളെ അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6-16 മുതലുള്ള തിരുവചനങ്ങൾ. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുക്കിലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വെള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വെള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബിരിയാസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ,
ഇത് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷം? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. എത്ര അധ്യായം? 6-ാം അധ്യായം. എത്ര മുതലുള്ള വാക്യങ്ങൾ അച്ഛൻ പറഞ്ഞേ? 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. എന്തിനെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്? വെള്ളത്തിന് മീതെ നടക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. നമുക്ക് ഈ വയനാട്ടിലെ സംഭവങ്ങളുമായിട്ട് ഈ സുവിശേഷം വളരെയധികം ചേർന്നു പോകുന്ന ഒരു സുവിശേഷമാണ്. ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മൂലം, മണ്ണൊലിപ്പ് മൂലം വേദന അനുഭവിക്കുന്ന, മഴയുടെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്ന മക്കൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ സുവിശേഷം കടന്നു വരിക. ഇന്നത്തെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റ് നന്നായിട്ട് വീശി, കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു എന്ന് പറയുക. കടൽ ശോഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പരിഭ്രാന്തരാകാം. പക്ഷേ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈശോ കടലിന് മീതെ നടന്ന് ഇവരെ തേടിയെത്തുകയാണ്, ഇവരെ ആശ്വസിപ്പിക്കാൻ എത്തുകയാണ്. ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറുക. എന്നിട്ട് ഈശോ അവരോട് പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അവരോട് പറഞ്ഞു വയ്ക്കുന്ന ഒറ്റ ഡയലോഗ് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട. സ്നേഹം നിറഞ്ഞവർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യമായിരിക്കും. എന്താ കേൾക്കുന്നത്? പലരുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സാക്ഷ്യങ്ങൾ. കഴിഞ്ഞ ദിവസം എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്, ഒത്തിരിയേറെ സങ്കടം തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഒരു അമ്മച്ചിയുടെ സംഭവമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടാവും. ഈ ഉരുൾപൊട്ടിയ സമയത്ത്, വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമയത്ത് ഈ അമ്മച്ചി തൻ്റെ ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് പോവുക. പറ്റാവുന്നവരൊക്കെ രക്ഷപ്പെടുത്തി ഈ അമ്മച്ചി കൊച്ചിനെയും പിടിച്ചുകൊണ്ട് പോകുന്നിടയിൽ കാട്ടിൽ ചെന്ന് പെടുന്നത് ഒരു കൊമ്പൻ്റെ ഇടയിലാണ്, ഒരു ആനക്കൊമ്പൻ്റെ നടുവിലാണ്. ഈ ആന ശരിക്കും കരയായിരുന്നു. ഈ ആനയോട് ഈ അമ്മച്ചി പറയുന്നുണ്ട്, ഉപദ്രവിക്കരുത്, ഞങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, സാധാരണ കൊമ്പന്മാർ ആക്രമിക്കുന്നവരാ, അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ പോലെ അവർ ആക്രമിക്കുന്നവരാ. പക്ഷേ ഈ ആനയുടെ ചുവട്ടിൽ ഈ അമ്മച്ചി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. ഈ ആനയുടെ ചുവട്ടിൽ പകല് മുഴുവൻ, ആ രാത്രി മുഴുവൻ ചെലവഴിച്ച് പകലായപ്പോഴേക്കും എന്നെ ആരോ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ ഓർക്കുകയാ. ദൈവം കടന്നു വരുന്ന വഴികൾ പല രീതിയിലാണ്. നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു സങ്കടം നേരിടുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ ദൈവം കടന്നു വരുന്നത് മറ്റു പല രൂപങ്ങളിലാണ്. ചിലപ്പോൾ അമ്മച്ചിയുടെ മുമ്പിൽ ദൈവം കടന്നു വന്നത് ഒരു ആനയുടെ രൂപത്തിലായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാ, ദൈവത്തിൻ്റെ ഛായയുള്ള മനുഷ്യരെന്ന്. ദൈവത്തിൻ്റെ ഛായയുള്ള മനുഷ്യർ. പലരും പറയുന്നത് പട്ടാളക്കാരെക്കുറിച്ചാണ്, രക്ഷിച്ചവരെക്കുറിച്ചാണ്, ഒരു കൈപിടിച്ച് ഉയർത്തിയവരെക്കുറിച്ചാണ്. ഇന്ന് വയനാട്ടിൽ പല ക്യാമ്പുകളിലും അത്താഴം പുകയുന്നുണ്ടെങ്കിൽ, അവർ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവർ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരുടെ അനുഗ്രഹം കൊണ്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവം കടന്നു വരും. ദൈവം കടന്നു വരും. ഒത്തിരി മക്കൾ ഇന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കാരണവും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ഓർത്തൊക്കെ, വയനാട്ടിൽ ഇന്ന് ഒന്നുമില്ല, അവർ സമ്പാദിച്ചതില്ല, അവരെ ഒത്തിരിയേറെ ചേർത്ത് പിടിച്ച സ്വത്തുക്കളില്ല, വീടില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അവർക്ക് ആകെയുള്ളത് ദൈവം മാത്രമാണ്. എനിക്ക് ഇത് കേൾക്കുമ്പോൾ, ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. മക്കളെ, ദൈവം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ സമ്പാദിച്ച് വെച്ചതൊന്നും നമുക്ക് ഉപകരിക്കില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ആ നാട്ടിൽ ആ മക്കൾ വീട് പണിതു, സ്വത്ത് ഉണ്ടാക്കി വെച്ചു, എന്തുണ്ടായേ? ഒന്നും ഉണ്ടായില്ല, എല്ലാം പോയി. ആകെയുള്ളത് ദൈവത്തിൻ്റെ ഛായയുള്ള കുറേ മനുഷ്യർ വന്ന് സഹായിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ തകർന്ന് തരിപ്പണമായി പോവും. നമ്മൾ നിക്ഷേപിച്ചതോ ചേർത്ത് പിടിച്ചതോ കൊണ്ട് നടക്കുന്നതോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ബന്ധങ്ങളുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ സ്വത്തുവകകൾ ഉണ്ടാവില്ല. ഒരു നിമിഷം മതി, അല്ലേ? രാവിലെ എഴുന്നേൽക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ കിടന്നുറങ്ങിയവർ എത്ര പേരെ രക്ഷപ്പെട്ടെ. അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം മാത്രമേ നമുക്ക് കൂട്ടിനുള്ളൂ, ദൈവം മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ, ദൈവം മാത്രമേ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ളൂ. എപ്പോഴും ജീവിതത്തിൽ ഒത്തിരി ഇങ്ങനെ ദൈവത്തിൻ്റെ മുഖമുള്ള കുറേ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലേ? നമ്മൾ ഇത്രയും നാളുള്ള ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം പേര് നമ്മളെ സഹായിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്.
ദൈവത്തിൻ്റെ ചായയുള്ള മനുഷ്യരാ. ഇനി ഞാൻ ഓർക്കേ, വയനാട്ടിലേക്കൊക്കെ എന്തോരം മക്കളാണെന്നറിയോ സഹായം കൊടുക്കണേ, എന്തോരം മക്കളാണെന്നറിയോ അവരുടെ പ്രശ്നങ്ങളെ പോലെ കണ്ട് സ്വത്തിൽ നിന്നും എഴുതി കൊടുക്കുന്നു, വീട് വയ്ക്കാൻ കൊടുക്കുന്നു. ഞാൻ പറയാ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കുറേ മനുഷ്യർ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ ഓർത്ത് അഭിമാനിക്കാൻ ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ, ദൈവം മാത്രമേ മക്കളെ കൂടെ ഉണ്ടാവുള്ളൂ. ഒരു ദുരിതം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഞാൻ സമ്പാദിച്ച സ്വത്തോ, എൻ്റെ ബാങ്കിലെ ഡെപ്പോസിറ്റോ, എൻ്റെ കയ്യിലെ കാശോ, എൻ്റെ ആസ്തിയോ, എൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും എൻ്റെ കൂടെ നിൽക്കില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം മാത്രമേ കൂടെയുള്ളൂ. ഞാൻ എപ്പോഴും പറയുക, ആ ദൈവത്തിൽ ശരണപ്പെടുക. ആ ദൈവം നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ചിന്തിക്കുക, എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ കടബാധ്യതയായിരിക്കാം, മക്കളുടെ പ്രശ്നമായിരിക്കാം, ജീവിതത്തിൽ ചില രോഗങ്ങളായിരിക്കാം, കുടുംബത്തിൽ ചില തടസ്സങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. എപ്പോഴും ചിന്തിക്കുക, ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്, ദൈവം മാത്രമേ എൻ്റെ കൂട്ടിനുള്ളൂ. ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളി കൂടെ നിൽക്കുന്നുണ്ടാവും, ഇല്ല എന്നല്ല, അതൊക്കെ തമ്പുരാൻ തരുന്ന ബോണസുകളാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ബോണസുകളാണ്. എത്രയോ പേര് കൂടെ നിൽക്കുന്നില്ല. എൻ്റെ മക്കൾ എന്നെ നോക്കുന്ന എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ആകെ ഉറപ്പുള്ളത് ദൈവം മാത്രമാണ്. ഈ വയനാട്ടിലെ സംഭവം നമ്മൾ തിരിച്ചറിയേണ്ടതും അതിന്. ദൈവത്തിൻ്റെ മുഖമുള്ള കുറേ മനുഷ്യർ അവിടെ, പട്ടാളക്കാരുണ്ട്, ഒത്തിരിയേറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, രക്ഷാപ്രവർത്തനമായിട്ട് കടന്നു വന്നവരുണ്ട്, അവർക്ക് അത്താഴം വെച്ച് കൊടുക്കുന്നവരുണ്ട്, അവരെ മാറ്റി പാർപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ മുഖമുള്ള മനുഷ്യരാണ്. നമ്മൾ നേടുന്നതോ നമ്മൾ സമ്പാദിച്ചു വെക്കുന്നതോ ഒന്നും നമ്മുടെ രക്ഷയ്ക്ക് വരില്ല. ആകെ വരുന്നത് ദൈവം അയക്കുന്ന കുറേ മനുഷ്യരാണ്. അത് ചിന്തിക്കണം എപ്പോഴും, ദൈവം അയക്കുന്ന കുറേ മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള കാര്യം അറിയോ, ദൈവത്തെ കൂട്ടുപിടിക്കുക, ദൈവത്തിനോടൊപ്പം ജീവിക്കുക, ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുക, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ എന്നും ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട്, മക്കളെ ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എനിക്ക് രണ്ടാമത് പറയാനുള്ള കാര്യം അറിയോ, ആരെയും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തരുത്. നമ്മുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ശിഷ്യന്മാരെ ഒറ്റപ്പെട്ടു പോവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോണ കുറേ മനുഷ്യരുണ്ട്. ശിഷ്യന്മാർ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഈശോ വരിക, അത് കടലിൻ്റെ മുകളിലൂടെ നടന്നിട്ടവൻ്റെ. അവർ ഭയപ്പെടും എന്നറിഞ്ഞിട്ടും സങ്കടപ്പെടും എന്നറിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈശോ കടന്നു വരിക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. ചിലപ്പോൾ പ്രായമായ മാതാപിതാക്കളായിരിക്കാം, വീട്ടിൽ ഒറ്റപ്പെട്ടു പോണവരുണ്ട്, ഇല്ലേ? വിദേശത്താണ് മക്കൾ, അവർ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ, നിങ്ങളുടെ മക്കളെ ഒറ്റപ്പെടുത്താതെ കൊണ്ടുനടക്കാൻ പഠിക്കണം. ചിലപ്പോൾ വീട്ടിലെ കടബാധ്യത കൊണ്ടായിരിക്കും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവരാ. വിദേശത്തായിരിക്കുന്ന പല മക്കളും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ചിലരൊക്കെ പറയാ, അച്ഛാ വീടിന് വേണ്ടി പട്ടിയെപ്പോലെ പണിയെടുത്തിട്ട് പൈസ അയക്കേണ്ട വീട്ടിലേക്ക്. പക്ഷെ വീട്ടുകാർക്ക് ആ ശമ്പളം കിട്ടുന്ന ദിവസം മാത്രമേ സ്നേഹാന്വേഷണങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അന്വേഷണങ്ങളില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വിളിച്ച് സുഖമാണോ, ഭക്ഷണം കഴിച്ചോ, കൂടെ ഉണ്ടോ, എവിടെയാ, എന്തു പറയുന്നു എന്ന് ചോദിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മുടെ മാതാപിതാക്കൾ അവരൊക്കെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവാ, അല്ലേ? പ്രായമായി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ, പല വീടുകളിലും മാതാപിതാക്കൾ ഒറ്റയ്ക്കാ. അവരുടെ അന്വേഷണങ്ങൾ ചെയ്യാറുണ്ടോ? ഒന്ന് ചോദിക്കാറുണ്ടോ? മിണ്ടാറുണ്ടോ? നമുക്കും വരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യതാ. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ, വലിയൊരു ഉദ്യോഗസ്ഥനാ, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞൊരു സങ്കടം ഇങ്ങനെയാ, അച്ഛാ എനിക്ക് 4 മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ കൊച്ചുമക്കളുണ്ട്, ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് ആരും ഇല്ല അച്ചോ, എനിക്ക് ആരും ഇല്ല. എന്നോട് ഭക്ഷണം കഴിച്ചോന്ന് പോലും ചിലപ്പോൾ എൻ്റെ മക്കൾ ചോദിക്കില്ല. എന്നോട് മിണ്ടാറില്ല, ആരും എന്നോട് സംസാരിക്കാറില്ല, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. വല്ലാത്തൊരു സങ്കടം. വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഇഷ്ടം പോലെ അത്യാവശ്യം 1 ലക്ഷത്തിനടുത്ത് സാലറി, അത്യാവശ്യം സാലറി അല്ല, എല്ലാ മാസവും ശമ്പളം വാങ്ങിക്കുന്നൊരു മനുഷ്യനാ. ആ മനുഷ്യൻ പറയാം എനിക്ക് ആരും ഇല്ല. വല്ലാത്തൊരു സങ്കടം അത്, വല്ലാത്തൊരു സങ്കടം. എല്ലാവരും ചുറ്റിനുണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലേ? വീട്ടിൽ ഒറ്റപ്പെട്ടു പോണവരുണ്ട്, ഭാര്യയും ഭർത്താവും ഒരു കൂട്ട്, അമ്മയും അപ്പനും വേറെ രീതിയിൽ, എല്ലാവരും ഇങ്ങനെ മക്കൾ ഒറ്റപ്പെട്ടു പോണവരുണ്ടല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ മക്കൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ, ആരെയും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തരുത്. വല്ലാത്തൊരു പെയിനത്, വല്ലാത്തൊരു പെയിനാ. നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പെയിനാ. എല്ലാവരും കൂടെ ഉണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. പ്രായമായ മാതാപിതാക്കളൊക്കെ ഇടയ്ക്ക് പറയും, വെച്ചോ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ, ഇപ്പം മക്കളെവിടെയാ? അവർക്ക് വേണ്ടി അധ്വാനിച്ചതാ, ഉള്ളതൊക്കെ ചോര നീരാക്കി വളർത്തിയതാ, ഇപ്പം അവരെവിടെയാ?
എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കെങ്കിലൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് വിളിക്കുക. ഇടയ്ക്കെങ്കിലൊക്കെ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളോ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ വിദേശത്തുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ശമ്പളം കിട്ടുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക, എടാ നിനക്ക് സുഖമാണോ, എന്തുണ്ട് വിശേഷം, ഓക്കെ ആണോ? ഒരു മെസ്സേജ് കൊണ്ടെങ്കിലും നമുക്ക് ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കാം. ആരെയും ജീവിതത്തിൽ ഒറ്റപ്പെടുത്താതെ കൊണ്ടുപോകാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയേറെ ലോകം വളർന്നിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെടുന്ന മനുഷ്യർ, ഡിപ്രഷൻ അടിക്കുന്ന മനുഷ്യരൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അത് കുട്ടികളുടെ ഇടയിൽ ഇഷ്ടം പോലെ. അപ്പനും അമ്മയും ജോലിക്ക് പോകും, കുട്ടികൾ ഇങ്ങനെ തന്നയ്ക്കിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞിങ്ങനെയാ, അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാ, ഇപ്പം എൻ്റെ കൊച്ചിന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവരുടെ മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അപ്പൻ്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതറിയോ, ജീവിതത്തിൽ ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂട്ടുപിടിക്കുക, കൊണ്ടു നടക്കുക. ഒറ്റപ്പെടുന്ന ഫീലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 2 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വയനാട്ടിലെ ദുരിതങ്ങൾ ജീവിതത്തിൽ വായിച്ചെടുക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉള്ളെന്ന്. ദൈവത്തിൻ്റെ ഛായയുള്ള കുറേ മനുഷ്യരെ എന്നെ സഹായിക്കാൻ വരുള്ളെന്ന്. ഞാൻ നേടുന്ന സമ്പത്തോ എൻ്റെ കഴിവുകളോ എൻ്റെ പ്രാപ്തിയോ എൻ്റെ പഠിത്തമോ എൻ്റെ ബിരുദങ്ങളോ എൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റോ ഒന്നും ചിലപ്പോൾ എൻ്റെ സഹായത്തിന് വരില്ല എന്ന്. ദൈവം മാത്രമേ എൻ്റെ സഹായത്തിനുള്ളൂ എന്ന്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ചിന്തിക്കുക, എൻ്റെ കൂടെ ഉള്ളവരെ ഒറ്റപ്പെടുത്താതെ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റേതാ. എൻ്റെ കൂടെ ഉള്ളവരെ, ഇപ്പോൾ വയനാട്ടിലൊരു സംഭവം വന്നപ്പോൾ നമ്മളെല്ലാവരും അവരുടെ കൂടെ കണില്ലേ, ഒത്തിരി സഹായമായിട്ട് ഓടിച്ചെന്നില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട് ഇതുപോലെ ഓടിയെത്തേണ്ട കുറേ മനുഷ്യർ. നമ്മൾ ഓടിയെത്തുന്നില്ല അവരുടെ അടുത്ത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, കൂടെ ഉള്ളവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജിനു അച്ഛനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസ പരിശീലകർക്കും അങ്ങയുടെ ആത്മീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അനുദിനം അങ്ങയിലേക്ക് അടുപ്പിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. വളരുന്ന പ്രായത്തിൽ ഞങ്ങൾക്ക് നല്ല മാതൃകയായി ജീവിക്കാനുള്ള വരം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനിധിയായ ഈശോയെ, അങ്ങേ നസ്രത്തിലെ തിരുകുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേന വളർന്നതുപോലെ വളരുവാനും പക്വത നേടാനും കുട്ടികളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസനായ ഈശോയെ, വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ചികണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടസ്നേഹിക്കുകയും ചെയ്യട്ടെ. കരമണയ്ക്കാനപ്പവും കരതലത്തിൽ വീഞ്ഞുമായി വരികയായി നിൻ സുതരിതാ ചൊരിയുമോ വരമായി
കരുണിവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകമായിട്ട് വയനാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെയായിട്ട് നടക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ദുരിതത്തിൽ പെട്ടുപോയ ഓരോ മക്കൾക്കും പ്രത്യാശ നൽകണേ ദൈവമേ. അവരെ ആശ്വസിപ്പിക്കണേ ദൈവമേ. അവരെ ചേർത്ത് പിടിക്കണേ ദൈവമേ. അവരെ കൊണ്ടു നടക്കണേ കർത്താവേ. എല്ലാം നഷ്ടപ്പെട്ട മക്കൾക്ക് നീ തുണയായിരിക്കണേ ദൈവമേ. പ്രത്യേകമായിട്ട് അവരുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുള്ള മക്കളുണ്ട് ഈശോയെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ. പഠിക്കുന്ന മക്കളെ തമ്പുരാനെ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. 10ാം ക്ലാസ്സിൽ +2 പഠിക്കുന്ന മക്കൾ, പലവിധ കോഴ്സുകൾ ചെയ്യുന്നവർ, വിദൂരങ്ങളിൽ പഠിക്കാനായിട്ട് പോയിട്ടുള്ളവർ, പഠിക്കാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, നഴ്സിംഗ് കോഴ്സ് ചെയ്യുന്നവർ, ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവരുണ്ട്. വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മക്കൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ആരോരും കൂടെ ഇല്ലാത്തവരുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട്. പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരുണ്ട്. ഈശോയെ, എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ ദൈവമേ. എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും അവരുടെ എല്ലാ സങ്കടങ്ങളെയും ഞാൻ തരുന്നു തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം നല്ല നീക്കും ആമേൻ. ദൈവത്തിന്റെ സ്ത്രീയന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസം, പ്രാർത്ഥനയും താപവും വഴി വിശുദ്ധായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലശിഷ്ടനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിൽ നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തകർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 ബഹുനതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മേഘതലങ്ങളിലുയരം ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. വാനവരും ഭൂമി മാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. വാനവരും ഭൂമി മാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. മഞ്ഞളി മലകളും ആഴികളും നിൻ മഹിമയിലെന്നും മുഴുകുന്നു. മേഘതലങ്ങളിലുയരും ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം
ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മോറിയ അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മോറിയ അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ജഡികമായിട്ടുള്ള തിന്മകൾക്ക് സ്വയം നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലവേദിയിൽ തന്റെ ശരീരത്തിൽ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾ വരുമോ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.